ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖല SDPI നേതാക്കൾ സന്ദർശിച്ചു. ദുരിതബാധിതർക്ക് സർക്കാർ നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. നിരവധി കുടുംബങ്ങളെയാണ് ഇവിടെ മാറ്റി താമസിപ്പിച്ചത്. ജില്ലയിൽ വിലങ്ങാട് തുടർച്ചയായി 2 തവണ ഉരുൾപൊട്ടുകയും ദുരിതാശ്വാസ പ്രവർത്തകൻ മാത്യു മാസ്റ്ററെ കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത സാഹചര്യം അതീവ ഗൗരവത്തിലെടുത്ത് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ആവശ്യപ്പെട്ടു. വഴികൾ, റോഡുകൾ, തോടുകൾ, പാലങ്ങളൊക്കെ കൈവരികൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്നു. ആ പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചത് കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത്. എന്നാൽ പോലും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ മാത്യു മാസ്റ്റർ എന്ന മത്തായി മാഷയും ആ നാട്ടിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് എത്രയും വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണം. ദുരന്ത മേഖലയും ദുരിതാശ്വാസ ക്യാമ്പുകളും SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി, ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി, സയ്യിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സന്ദർശിച്ചു. അതീവ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതുകൊണ്ട് 100 കണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ ഈ കുടുംബങ്ങൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും നിരവധി കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആ നാട് ഒന്നിച്ചു നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരന്തത്തിന് ഇരയായവർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ തുകയും സംവിധാനങ്ങളും എത്രയും വേഗം എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാത്യു മാസ്റ്റർക്ക് നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ മഴ അല്പം കുറഞ്ഞെങ്കിലും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ദുരിതങ്ങൾക്ക്